ആ ഒരു കുംഭനഗരിയിലാണ് പിന്നിൽ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇവിടേക്ക് ആ ഒരു തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം കോടിയിലധികം ആളുകൾ ഇതുവരെ സ്നാനത്തിന് വേണ്ടി ഇവിടെ എത്തി എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ ആ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 10 കോടിയിലധികം ആളുകൾ ഇതുവരെ സ്നാനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പറയുന്നത്. ഇവിടേക്ക് ഇപ്പോഴും ഒരു തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു വശത്ത് മാത്രമാണുള്ളത്. ഇവിടുന്ന് മറുവശത്തേക്ക് നോക്കിയാൽ നോക്കത്ത ദൂരത്തോളം ഇങ്ങനെ നമുക്ക് തീർത്ഥാടകരെ കാണാം, സ്നാനത്തിലെത്തിയ തീർത്ഥാടകരെ കാണാം. ഇതൊരു വശം മാത്രമാണ്. ഇവിടുന്ന് മറുവശത്തേക്ക് നോക്കിയാൽ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് പോലെ നമുക്ക് നോക്കത്ത ദൂരത്തോളം ഇങ്ങനെ തീർത്ഥാടകർ ഈ നദിയുടെ ഇരുവശങ്ങളിലുമായി കരകളിലുമായി ഇങ്ങനെ തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ ഇവിടേക്ക് തുടരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചടങ്ങുകളായ ഒരു സ്നാനങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട 2 സ്നാനങ്ങളാണ് ഇതുവരെ കഴിഞ്ഞത്. കാരണം പൗഷ് പൗർണമി ജനുവരി 13 ഒപ്പം തന്നെ മകർ സംക്രാന്തി ജനുവരി 14. അങ്ങനെ 2 പ്രധാനപ്പെട്ട സ്നാനങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. ഇനി 4 സ്നാനങ്ങൾ കൂടി നടക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇനി വരാനിരിക്കുന്ന സ്നാനം 29 മൗൻസി അമാവാസ്യ എന്നുള്ളതാണ്. ആ സ്നാനമാണ് ഇനി നടക്കാനുള്ളത്.